ജർമ്മനിയിൽ മത്തി കിട്ടുമെന്ന് ചോദിച്ചവരോട് ഇവിടെ മത്തി മാത്രമല്ലടാ കൊഞ്ചും കൂന്തളൊക്കെ കിട്ടും. പിന്നെ ഇത് മത്തിയല്ല ചാളയാണ് എന്നുള്ള കമൻറ്റ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ കോഴിക്കോടുകാരും വയനാട്ടുകാരൊക്കെ പൊതുവെ മത്തി എന്നാണ് പറയാറ്. ഈ താഴ്നാട്ടിലുള്ളവരാണ് കൂടുതലും ചാള എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനാണ് ഒരു പാക്കറ്റ് മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എന്തോ ഓസ്കാർ വാങ്ങിച്ചുകൊണ്ട് വന്ന സന്തോഷമായിരുന്നു ബാക്കിയുള്ളവർക്ക്. ഈ മത്തിയുടെ വാലെവിടെ എന്ന് ചോദിക്കുന്നവരോട് വാലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ജാനറ്റ് അങ്ങ് വെട്ടിമാറ്റി. സത്യം പറഞ്ഞാൽ വാലായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. പൊതുവെ ജർമ്മനിയിൽ ഫിഷ് ഐറ്റംസിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തതാണ്. പക്ഷെ പെട്ടെന്ന് എന്തോ പാക്കറ്റ് ഇങ്ങനെ തിളങ്ങണം കണ്ടപ്പോഴാണ് ഞാൻ പോയി നോക്കിയത്. നോക്കുമ്പോൾ 4.5 യൂറോ ഉള്ളൂ. അപ്പം പിന്നെ ആളെ അങ്ങ് പൊക്കി. സത്യം പറയാലോ, ഇത്രയും ഗൃഹാതുരത്വം ഉളവാക്കുന്നതായിരുന്നു ഈ ചോറും മത്തിക്കറിയും എനിക്കറിയില്ലായിരുന്നു. എന്തോ ഭയങ്കരമായിട്ട് വീടിൻ്റെ മെമ്മറീസിലേക്ക് മത്തി ഉണ്ടാക്കിയതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് പോകുന്നത് ജാനറ്റിനാണോ. ഞാൻ പാക്കറ്റ് വാങ്ങിച്ചത് മാത്രം ഓർമ്മയുണ്ട്. അവൾ അതങ്ങ് പൊക്കി. അവളാണ് അതിൻ്റെ മസാലയൊക്കെ കൂട്ടാക്കി സെറ്റാക്കിയത്. അങ്ങനെ അവസാനം അവളോടുള്ള ആദരസൂചകമായി ഞാൻ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു. ഗൈസ്, ജാനറ്റിന്റെ മത്തിക്കറി